കേരളത്തിൽ UDF എത്ര സീറ്റുകൾ നേടും? കോൺഗ്രസിന്റെ ആഭ്യന്തര കണക്കുകൂട്ടലുകൾ പുറത്തു വന്നപ്പോൾ വ്യക്തമാകുന്ന ചിത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 13 സീറ്റുകൾ എന്തായാലും നേടും. ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ 16ഓളം സീറ്റുകൾ ഞങ്ങളുടെ വലയിലാകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതൃത്വം അവകാശപ്പെടുന്നത്. ആ 13 സീറ്റുകൾ ഇതൊക്കെയാണ്: പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ചാലക്കുടി, ഇടുക്കി, മലപ്പുറം, പൊന്നാനി, വടകര, കോഴിക്കോട്, കണ്ണൂർ, വയനാട്. ഈ 13 സീറ്റുകളാണ് ഞങ്ങൾക്ക് എന്തായാലും ലഭിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുള്ളത്. എന്നാൽ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റുകളിൽ വർധനവ് ഉണ്ടാകുമെന്നും 16ഓളം സീറ്റുകൾ ലഭിക്കുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. അതായത് കാസർഗോഡും തിരുവനന്തപുരവും കൊല്ലവും ഒപ്പം തൃശ്ശൂരും കടന്നു വരും എന്നുള്ളതാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നുള്ളത്. അതായത് വടകരയുടെ കാര്യത്തിൽ ഒരു സംശയം കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് വടകരയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അതായത് സർവേകളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെയാണ്. വടകരയിൽ എന്ത് സംഭവിക്കും, ജയരാജനോ മുരളീധരനോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും എന്നുള്ളത് തന്നെയാണ് സർവേകളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പോരാട്ടം കോൺഗ്രസ് കാഴ്ചവെക്കുമെന്നുള്ള വിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടലുകൾ വിലയിരുത്തുന്നുള്ളത്. മറ്റൊന്ന്, ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്രാവശ്യം കോൺഗ്രസിനോടൊപ്പം നിൽക്കും, UDFിനോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു വിശ്വാസവും കണക്കുകൂട്ടലുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനോടൊപ്പം UDFിനോടൊപ്പം നിൽക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ, ദേശീയ തലത്തിൽ വർഗീയത പ്രചരിപ്പിച്ച് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന BJPയുടെ അപകടകരമായ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദവും ആ വാദം പരിപൂർണമായിട്ടും ന്യൂനപക്ഷങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിശ്വാസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ LDFിലേക്ക് പോയി എന്നുള്ള വാദവും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്, കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ആ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ കോൺഗ്രസിന്റെ പെട്ടിയിൽ വന്ന് വീഴുകയും ഇതിലൂടെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുമെന്നും വിലയിരുത്തുന്നു. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ 2ാം മണ്ഡലമായി വയനാട്, മുസ്ലിം ഭൂരിപക്ഷമുള്ള വയനാട് തിരഞ്ഞെടുത്തതും ഈ മാറ്റങ്ങളിലേക്ക് ചുവടുവെക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ശബരിമല വിഷയത്തിൽ BJP ഔട്ടായി എന്നുള്ള ഒരു വിലയിരുത്തലും കോൺഗ്രസ് നടത്തുന്നുണ്ട്. അതായത് ശബരിമല വിഷയത്തിൽ BJPക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യാത്തത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ ഒരു വികാരം BJPക്കെതിരെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസിലേക്ക് വോട്ടുകൾ കടന്നു വരും എന്നുള്ളതാണ്. നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്, BJPയും കോൺഗ്രസും ഒരേ നിലപാട് തന്നെയാണ് ശബരിമല വിഷയത്തിൽ എടുത്തിരുന്നത്. ഈ നിലപാടുകളിൽ BJPയുടെ നിലപാടുകളിൽ കുറെ പൊള്ളലുകൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും കണ്ടെത്തിയതിനെ തുടർന്ന് നിഷ്പക്ഷരായ ഹൈന്ദവ വിശ്വാസികളുടെ വോട്ടുകൾ എന്തായാലും കോൺഗ്രസ് സ്വന്തമാക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര കണക്കുകൂട്ടലുകളിൽ വിലയിരുത്തുന്നുള്ളത്. അതുകൊണ്ട് തന്നെ 16 സീറ്റുകൾ ഞങ്ങൾക്ക് വളരെ സിമ്പിളായി തന്നെ ഒരു പ്രയാസവുമില്ലാതെ തന്നെ നേടാമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. ഈ 13 സീറ്റുകൾ ഉറപ്പായിട്ടും ലഭിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട എന്നുള്ളത് കോൺഗ്രസ് വിലയിരുത്തുമ്പോൾ പോലും കാസർഗോഡും തിരുവനന്തപുരവും കൊല്ലത്തും തൃശ്ശൂരിലും പത്തനംതിട്ടയിലും എന്ത് നടക്കും എന്നുള്ളതും സംശയിക്കപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Iva Silks, Kasargod, Kaningad, Mangalore.